സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാറയാണെങ്കിൽ നല്ലത് വീണ് കിടന്ന് തലയൊക്കെ പൊട്ടിയിരിക്കുന്നത് കാണുന്നതും ചന്ദ്രശേഖരനെ ഓടിച്ചെന്ന് സാറയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും നെറ്റിയിലൊക്കെ തടവി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം പത്മിനിയും കൽപ്പനയുമാണെങ്കിൽ അവിടെ ചുറ്റുപാടും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുകളും എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് തിരിച്ചു വരണേ. സാറാമ്മയുടെ എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെ മറ്റാരും ഞങ്ങൾ നോക്കിയിട്ട് കാണില്ലല്ലോ, വേറെ ആരുമില്ല ഇവിടെ. ഇല്ല ചന്ദ്രു, ഞാൻ സത്യമോ പറയുന്നത്? എന്നാരോ മനഃപൂർവ്വം തള്ളിയിട്ട് വീഴ്ത്താൻ നോക്കിയതാണ്, അങ്ങനെയാണ് ഞാൻ വീണത്. അത് കേൾക്കുന്നതും പത്മിനി പറയണേ, ഞങ്ങളിവിടെ എല്ലായിടത്തും നോക്കിയെന്ന് പറഞ്ഞില്ലേ? ആ സമയം കൽപ്പന പറയുന്നുണ്ട്, ഇതിപ്പോൾ പറയുന്നത് കേട്ടാത്തൊന്നും ഞാനോ അമ്മയാണോ വന്ന് തള്ളിയിട്ടെന്ന്. ചെറിയച്ചൻ വന്നതിന് ശേഷമല്ലേ ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്നത്, പിന്നെ എങ്ങനെ ഞങ്ങൾ അതിനു മുമ്പ് വന്ന് സാറാമ്മയടുത്ത് തള്ളിയിടുന്നത്? ഈ സമയം സാറാൻ പറയുന്നുണ്ട്, അതും ശരിയാണ്, ഇവരാകാൻ സാധ്യതയില്ല. പക്ഷേ ചന്ദ്രു, എനിക്കൊരു കാര്യം ഉറപ്പാ, മറ്റാരും എന്നെ തള്ളിയിട്ടുണ്ട്. സാറ വരൂ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നും പറഞ്ഞ ചന്ദ്രശേഖരൻ സാറേയും കുട്ടി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പത്മിനി കൽപ്പനയോട് പറയണേ, എന്നാലും ആരായിരിക്കും അത്? ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ല. ചിലപ്പോഴേ ദൈവമായിട്ട് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ കണ്ട് ശിക്ഷ കൊടുത്തതായിരിക്കും. ശരിയാമേ, അല്ലാതെ പിന്നെ ഇതിനേക്ക് എന്താ പറയേണ്ടത്? അമ്മ വാ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ ഇതുവരെ എണീക്കുന്നില്ല കേട്ടോ. അങ്ങനെ അമൃത ആണെങ്കിൽ വല്ലാതെ ടെൻഷനിലിരിക്കുവാണ്. ഈ സമയത്ത് ഒരു നേഴ്സ് റൂമിലേക്ക് വരുന്നതും അമൃത പൊട്ടിത്തെറിക്കണേ, ദേ നിങ്ങൾ എന്താ എൻ്റെ ശ്യാമക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്? ശ്യാമ ഇതുവരെ ഉണർന്നിട്ടില്ല, എന്താ ഇതിനൊക്കെ കാരണം? അന്നേരം സിസ്റ്റർ പറയണേ, ഇതൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ച് ദേഷ്യപ്പെട്ടിട്ട് എന്താ? ഡോക്ടർ പറയുന്ന കാര്യം ഞങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡോക്ടറോട് പറ. അയാളെ വിളിക്ക്, എനിക്ക് അയാളോട് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഈ സമയം ഡോക്ടർ റൂമിലേക്ക് കയറി വരുന്നുണ്ടാകും കേട്ടോ. എന്നാൽ അമൃതയാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ല. അയാളൊരു ഡോക്ടറാണോ അതോ കൊള്ളക്കാരനോ? അയാൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ഞങ്ങൾ ആരാണെന്നറിയോ? എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങൾ പുറത്തിറങ്ങും, അന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അയാൾ ഈ ചെയ്തതിനുള്ള ഒക്കെ ശിക്ഷ അയാൾക്ക് കൊടുത്തിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് തിരിയുമ്പോഴായിരിക്കും ഡോക്ടർ അകത്തേക്ക് വരുന്നത് കാണുന്നത്. ഈ സമയം ഡോക്ടറാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നേരെ അമൃതയുടെ അരികിലേക്കാണ് ചെല്ലുന്നത്. ഇവിടെ ഇരിക്കാൻ. അന്നേരം അമൃതയാണെങ്കിൽ അത് മൈൻഡാക്കാതെ നിൽക്കുക. ഈ സമയം അയാൾ ദേഷ്യപ്പെട്ട് പറയണേ, നിന്നോടല്ലേ ഇരിക്കാൻ പറഞ്ഞത്? അങ്ങനെ അമൃത കട്ടിലിരിക്കാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ പറയണേ, താഴെ ഇരിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ അമൃത താഴെ പോയിരിക്കുവാണ് കേട്ടോ. ഈ സമയം അമൃതയുടെ കയ്യിൽ ഷൂ കൊണ്ട് ചവിട്ടിപ്പിടിക്കുവാണ് കേട്ടോ. ആ ഡോക്ടർ അമൃതയാണെങ്കിൽ വേദന എടുത്ത് കരയുവാണ്. അന്നേരം ഡോക്ടർ പറയണേ, ഇതേ എൻ്റെ ഹോസ്പിറ്റലാണ്, ഇവിടെ എനിക്ക് നേരെ ആരും വിരൽ ചൂണ്ടുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താലുണ്ടല്ലോ അവരെ പിന്നെ ജീവനോടെ പുറത്തു വിടില്ല. അങ്ങനെ എന്നെ എൻ്റെ സ്ഥാപനത്തിനും ചോദ്യം ചെയ്ത ആരും ഈ ഭൂമിയിൽ ജീവനോടെ വേണ്ട. പിന്നെ ഇനി നീ എനിക്കും എൻ്റെ സ്ഥാപനത്തിനെതിരെ എന്തെങ്കിലും പറയാൻ വാ പൊക്കിയ, പിന്നെ നിൻ്റെ കൂടെയുള്ള ഇവൾക്ക് കൊടുക്കുന്ന ഡോസ് കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇരട്ടിയായിരിക്കും നിൻ്റെ ശരീരത്തിലേക്ക് കയറ്റി വിടാൻ പോകുന്നത്. ഇതേ ഡോസ് കൂടിക്കഴിഞ്ഞാൽ ആളുടെ ജീവൻ തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് ഇനി നിൻ്റെ ഒച്ച ഇതിന് പുറത്തേക്ക് കേട്ടു പോകരുത്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അമൃതയെ ഭീഷണിപ്പെടുത്തിയിട്ട് ഡോക്ടർ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം അമൃതയാണെങ്കിൽ വേദനയെടുത്ത് കരഞ്ഞ് തളർന്നിരിക്കുവാണ് കേട്ടോ അവിടെ. പിന്നീട് കാണിക്കുന്നത് രാധിക വരുണിനോട് ഹോസ്പിറ്റലിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുവാണ്. അതെല്ലാം കേട്ടിട്ട് വരുൺ പറയണേ, എടാ രാധികയെ, ചിലപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലുണ്ടായൊരു തോന്നൽ പറഞ്ഞതായിക്കൂടെ? ആ കുട്ടിയുടെ അമ്മ അത് പറഞ്ഞല്ലോ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. താൻ വെറുതെ അതിനെ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടാണെന്ന് നിൽക്കണ്ട വരുൺ. ഞാനും അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാ. പക്ഷേ ആ ഹോസ്പിറ്റലിലുണ്ടായ ചില കാര്യങ്ങളുണ്ടല്ലോ, അവിടെയുള്ളവരുടെ പെരുമാറ്റം, അതെല്ലാം സംശയം ഉണ്ടാക്കിയെന്നിൽ. മാത്രമല്ല ഈ വിച്ചുവേ അങ്ങനെ അത്ര വലിയ അസുഖമുള്ള കുട്ടിയൊന്നുമല്ല. മിക്കവാറും സമയങ്ങളിൽ അവൻ നോർമലായിട്ട് തന്നെയാണ് സംസാരിക്കാറുള്ളത്. ഇടയ്ക്ക് മാത്രം അവൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോകും, അങ്ങനെയുള്ളൂ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇത്രയധികം ആഴ്ത്തി പതിച്ചിരിക്കുന്നത്. എടാ രാധികയെ, ഇപ്പോൾ വെച്ച് പറഞ്ഞ കാര്യം സത്യമാണെന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ എങ്ങനെയാണ് ശവമെടുത്ത പോലൊരാൾ അവിടെ എത്തുന്നത്? തൻ്റെ അമ്മയെ നമ്മുടെ കൺമുമ്പിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിച്ചവർ നമ്മുടെ കണ്ണെത്തുന്നൊരു സ്ഥലത്ത് അവിടെ കൊണ്ടുപോയി ഇടുമെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? അതുമാത്രമല്ല, അത് മനസ്സിന് സുഖമില്ലാത്തവരെ ചികിത്സിക്കുന്ന സ്ഥലമല്ലേ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് തൻ്റെ അമ്മ എങ്ങനെ എത്താനാ? അതൊന്നും എനിക്കറിയില്ല വരുൺ. പക്ഷേ അത് കേട്ടതിന് ശേഷം വെച്ചുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മുതൽ അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. എവിടെയോ ഒരു പ്രതീക്ഷയായിട്ട് അതെൻ്റെ മനസ്സിൽ തന്നെ കിടക്കുക. അത് കേട്ടതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് നടന്നു നോക്കിയിരുന്നെങ്കിൽ, അമ്മയില്ല എന്ന് ഓർപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായിട്ടിരിക്കായിരുന്നു. എന്നാലിപ്പോൾ അതിന് പോലും പറ്റിയില്ലല്ലോ. ഞങ്ങളവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാനായിരുന്നു അവരുടെ ധൃതി.
എടാ രാധികെ, എന്താണെങ്കിലും തന്നോട് ഞാനൊരു കാര്യം പറയാം. താനധികം പ്രതീക്ഷയൊന്നും വളർത്തി വെക്കണ്ട. അത് പിന്നെ തനിക്ക് തന്നെയായിരിക്കും വലിയ നിരാശയാകാൻ പോകുന്നത്. തൻ്റെ മനസ്സിലിപ്പോൾ അങ്ങനെയൊരു സംശയമുള്ള സ്ഥിതിക്ക് നമുക്കതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയല്ലേ പറ്റൂ. അങ്ങനെ ഒരു നിഗൂഢത ആ ഹോസ്പിറ്റലിലുണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. നാളെ തന്നെ ഞാൻ ഏട്ടനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകാം. അവിടെ തൻ്റെ അമ്മയെ അവർ പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കവരെ കണ്ടെത്താം. എന്താ തനിക്ക് ആ ഉറപ്പ് പോരെ? മതി വരുൺ നാളെ തന്നെ പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എടോ, തനിക്ക് വേണ്ടിയിട്ടല്ലേ തൻ്റെ അമ്മയെ കണ്ടെത്തുക എന്ന് പറയുന്നത് എൻ്റെയും ആവശ്യമല്ലേ? അപ്പം നാളെ തന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടെ തൻ്റെ അമ്മയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. ഇനി അഥവാ തൻ്റെ സംശയം ശരിയാണെങ്കിൽ തൻ്റെ അമ്മ അവിടെ ഉണ്ടെങ്കിൽ എന്ത് തന്നെ നേരിട്ടിട്ടാണെങ്കിലും ശരി തൻ്റെ അമ്മയെ നമ്മൾ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരും. അങ്ങനെ രാധികയ്ക്ക് ഉറപ്പ് കൊടുക്കുകൊണ്ടോ വരുണിൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് രാധിക. പിന്നീട് കാണിക്കുന്നത് സാറിനെയും കൂട്ടി ചന്ദ്രശേഖരൻ കടമംഗലത്തിന് പുറത്തേക്ക് ഇറങ്ങുവാണ് രാത്രിയിൽ. ഈ സമയം അവർ കാറിൻ്റെ അവിടെ നിന്ന് സംസാരിക്കുവാണ്. അന്നേരം ഉർവശിയാണെങ്കിൽ ചെടികൾക്കിടയിൽ മറഞ്ഞു നിന്ന് അവരുടെ സംസാരമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ചന്ദ്രശേഖരനാണെങ്കിൽ സാറെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയണേ, സാറേ ഇപ്പം എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? കുഴപ്പമില്ല ചന്ദ്രശേഖർ, എന്നാലും ഞാൻ രാവിലെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കുമായിരുന്നു. എന്നാരോ മനഃപൂർവ്വം തള്ളിയിട്ട് തന്നെയാണ്. പക്ഷേ ആരെയും കാണാനുമില്ല. ഇതിപ്പോൾ മുമ്പ് പൂജയും മറ്റു കർമ്മങ്ങളൊക്കെ നടന്നിരുന്ന വീടല്ലേ? അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്പിരിച്വൽ ശക്തി അതായിരിക്കുമോ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? എനിക്കെന്തോ അങ്ങനെ ഒരു തോട്ട്. ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള വീട്ടിൽ അങ്ങനെ പല സംഭവങ്ങളും കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാറാ, അതൊക്കെ സാറയുടെ തോന്നലായിരിക്കും. എന്താണെങ്കിലും ശരി, നമുക്കൊരു പൂജാരിനെ കൊണ്ടുവരാം. ഒന്ന് പ്രശ്നം വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. സാറൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇതിപ്പോൾ സാറയുടെ വീടല്ലേ, സാർക്ക് ദോഷമായിട്ടുള്ളതൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. തൻ്റെ സന്തോഷം എന്താണോ അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ആണോ ചന്ദ്രു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി സന്തോഷത്തോടെ സംസാരിച്ച് നിൽക്കുവാണ് കേട്ടോ. അതൊക്കെ കണ്ട് ഉർവശിക്കാണെങ്കിൽ സഹിക്കുന്നില്ല കേട്ടോ. ഉർവശിയാണെങ്കിൽ ദേഷ്യത്തിൽ ചന്ദ്രേട്ടെന്ന് വിളിച്ച് മുമ്പിലേക്ക് വരുവാണ്. ചന്ദ്രേട്ടാ, അത് ശരി, നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെയായിരുന്നല്ലേ? നിങ്ങൾ എങ്ങനെയാണ് ഇത്ര അതപ്പതിച്ച് പോയത്? നാണമില്ലല്ലോ ഇവൾക്കൊപ്പം കൊഞ്ചു കൊഴിഞ്ഞിങ്ങനെ നിന്ന് സംസാരിക്കാൻ. ഞാനിവിടെ അസുഖം ബാധിച്ച് ആകെ അവശയായി കിടക്കുന്നു. എന്നാലും തിരിഞ്ഞു നോക്കാൻ പോലും നിങ്ങൾക്ക് നേരമില്ല. പക്ഷേ ഇവളോട് കിന്നരിച്ച് നിൽക്കാൻ സമയമുണ്ട് അല്ലേ? ഇവളുടെ ഈ നാണം കെട്ട സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഇവൾ എത്രക്കാരിയാണെന്ന്? എന്നിട്ടും അങ്ങനെയുള്ളവരാണല്ലോ നിങ്ങളെ ചേർത്ത് പിടിച്ച് നിർത്തുന്നത്. അന്നേരം ചന്ദ്രശേഖർ ഉർവശിയോട് ദേഷ്യപ്പെടണേ, നീ മര്യാദയ്ക്ക് സംസാരിക്കണം. നീ ആരോടെ ഈ സംസാരിക്കുന്നതെന്നറിയോ? എനിക്കത് നല്ലപോലെ അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവൾക്ക് എന്താ ഇവിടെ അവകാശം? അസുഖം വന്നതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ഓട്ടോസിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചില്ലേ? എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഇരിക്കേണ്ട റൂമിൽ ഇവൾക്കൊപ്പം ചിരി ചട്ടഹസിച്ച് ജീവിക്കുന്നു അല്ലേ? അതൊക്കെ കണ്ട് ഞാൻ സഹിച്ച് നിൽക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? നീ ഇനി ചിലപ്പോൾ സഹിക്കേണ്ടി വരും. ഇതേ സാറാ മേഡത്തിൻ്റെ വീടാ. സാറാ മേഡത്തിന് ഇഷ്ടമുള്ളവർ മാത്രമേ ഇവിടെ നിൽക്കുകയുള്ളൂ, അല്ലാത്തവരെ പുറത്തു പോകേണ്ടി വരും. ഈ സമയം ഉർവശി വീണ്ടും സാറേക്കുറിച്ച് മോശമായിട്ട് പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും ചന്ദ്രശേഖരാണെങ്കിൽ ഉർവശിയെ തല്ലാൻ കയ്യോങ്ങുമായിരിക്കും. അന്നേരം സാറ് തടയണേ, ചന്ദ്രു വേണ്ട, ഒന്നാമത് അസുഖമായിട്ടിരിക്കുവാണ്. ഇവരുടെ ദേഹത്തെങ്ങാനും തൊട്ട് ചന്ദ്രുവിന് എന്തെങ്കിലും പകർച്ചവ്യാധി വന്നാലോ? അതെനിക്ക് സഹിക്കില്ല. അയ്യോ, അവളുടെ ഒരു ചന്ദ്രു, സ്കൂളിൽ പോകാനായിട്ട് ഒരുക്കി നിർത്തിയിരിക്കുന്ന കുട്ടിയല്ലേ? നീ മേലാൽ ഇനി ചന്ദ്രു എന്ന് വിളിച്ചു പോകരുത്. ഉർവശി, നിൻ്റെ അഹങ്കാരം നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖർ ദേഷ്യപ്പെടുവാണ് കേട്ടോ. സാറ പറയുന്നുണ്ട്, ചന്ദ്രശേഖർ, എനിക്ക് ഒരു തരത്തിൽ പ്രശ്നം ഉണ്ടാക്കാതെ നിൽക്കാൻ മനസ്സുള്ളവർ ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ജീവിച്ച് പൊക്കോട്ടെ. എന്നാൽ അങ്ങനെയല്ല, എനിക്കെതിരെ ശബ്ദം ഉയർത്താനാണ് തീരുമാനമെങ്കിൽ നോ ഡൗട്ട് അവർ ഈ വീടിന് പുറത്തേക്ക് തന്നെയായിരിക്കും ചന്ദ്രശേഖർ. ഈ സമയം ചന്ദ്രശേഖർ പറയണേ, എൻ്റെ കണക്കൂട്ടിൽ വെച്ച് തൽക്കാലം ഇനിയുള്ളൂ അടങ്ങിയിരുന്നോളും, അല്ലെങ്കിൽ നമുക്ക് കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുക്കാം സാറ വരൂ. അങ്ങനെ പറഞ്ഞ് ചന്ദ്രശേഖർ സാറേയും കൂട്ടി അവിടെ നിന്നും കാറി കയറി പോകുവാണ് കേട്ടോ. അതൊക്കെ കണ്ട് സഹിക്കാനാവാതെ നിൽക്കുവാണ് ഉർവശി. ഭഗവാനെ, എൻ്റെ ജീവിതം തീർന്നു, എൻ്റെ ജീവിതം നശിഞ്ഞു, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുവാണ് ഉർവശി. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ വരുണും രാധികയും അതുപോലെ സൂര്യയും കൂടി അവിടെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റിക്കാരനോട് അകത്തേക്ക് പോകണമെന്ന് പറയുക. എന്നാൽ അയാളാണെങ്കിൽ അവരകത്തേക്ക് കടത്തി വിടുന്നില്ല. ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ പറ്റൂ. സാർ, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, ദയവേത് ഞങ്ങളകത്തേക്ക് കടത്തി വിടണം. നിങ്ങളോടല്ലേ പറ്റില്ല എന്ന് പറഞ്ഞത്? ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കടത്തി വിടാൻ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ ജോലിനെ ബാധിക്കുന്ന കാര്യവും. ഈ സമയം രാധിക മാസ്കൊക്കെ വെച്ച് തിരിച്ചറിയാത്ത രീതിയിലായിരിക്കോട്ടെ വന്നിരിക്കുന്നത്. അന്നേരം രാധിക പറയണേ, ചേട്ടാ, ഇന്നലെ ഞങ്ങളിവിടെ വന്നതാ ഒരു പേഷ്യൻറ്റിനെ കാണാനായിട്ട്. അത്യാവശ്യം ഇതുകൊണ്ടല്ലേ പറയുന്നത്? നിങ്ങൾ എത്ര തന്നെ പറഞ്ഞ്
എന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ഷിഫ്റ്റ് ഇപ്പോൾ കഴിയും. നിങ്ങൾ വെറുതെ സമയം മെനക്കെടുത്താതെ ഇവിടെ നിന്ന് പോകാൻ നോക്കും. അങ്ങനെ വേറെ വഴിയില്ലാതെ അവർ മൂന്നുപേരും കൂടി കാറെടുത്ത് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് മൂന്നാളും കൂടി കാറിന് പുറത്തേക്ക് ഇറങ്ങുക. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട്, വരുൺ ഇനി എന്ത് ചെയ്യും? അയാൾ നമ്മളെ അകത്തേക്ക് കടത്തി വിടുമെന്ന് തോന്നുന്നില്ല. അന്നേരം സൂര്യ പറയണേ, എന്താണെങ്കിലും രാധികയുടെ സംശയങ്ങളിൽ എന്തോ കാര്യമുണ്ടെന്നാണ് തോന്നുന്നത് വരുൺ. കണ്ടില്ലേ, അതിൻ്റെ അകത്തേക്ക് പോലും കടത്തി വിടുന്നില്ല. അത്രയ്ക്കും നിഗൂഢമായിട്ട് അതിലെന്തായിരിക്കും നടക്കുന്നത്? എന്തോ ഒരു കള്ളത്തരം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, അക്കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ അകത്ത് കിടക്കും വരുൺ? അന്നേരം വരുൺ പറയണേ, എന്താണെങ്കിലും നമുക്ക് ഈ സെക്യൂരിറ്റിക്കാരനുള്ളപ്പോൾ അകത്ത് കിടക്കാൻ പറ്റില്ല. അയാൾ പറഞ്ഞത് കേട്ടില്ലേ, കുറച്ച് നേരം കഴിയുമ്പോൾ അയാൾക്ക് പകരം മറ്റാരോ വരും. ഷിഫ്റ്റ് അനുസരിച്ച് മാറിയാണല്ലോ വരുന്നത്. എന്താണെങ്കിലും അയാൾ പോകട്ടെ. അടുത്ത ആൾ വരുമ്പോൾ നമുക്ക് അയാളെ കബളിപ്പിച്ച് എങ്ങനെയെങ്കിലും അകത്ത് കയറാൻ ശ്രമിക്കാം. വരുൺ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. നിൻ്റെ കൂടെ എന്തിനും എതിരും കൂട്ടായിട്ട് ഞങ്ങളുണ്ട്. മതിയേട്ടാ, എന്നാൽ പിന്നെ നമുക്ക് തൽക്കാലം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അയാൾ പോകട്ടെ, അടുത്തുള്ള വരട്ടെ. നമ്മളിന്ന് അതിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും കയറിയിരിക്കും. രാധികയുടെ അമ്മ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്യാമമ്മയുടെ രക്ഷിച്ചുകൊണ്ട് പുറത്തു വരികയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. അവിടെ ചന്ദ്രശേഖരനും സാറയും കൂടി ഏട്ടനോടും ഏട്ടത്തിയോടും പത്മിനിയോടും സംസാരിക്കുവാണ് കേട്ടോ. ഈ സമയം ഗൗതം അവിടെ ഇരിക്കുന്നുണ്ടാവും. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഏട്ടാ ഇവിടെ ചില പ്രശ്നങ്ങളും പൂജകളും വഴിപാടുകളൊക്കെ നടത്തേണ്ട കാര്യമുണ്ടെന്നാണ് സാറ പറയുന്നത്. എന്തോ ചില ദുസൂചനകളും ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നു. അന്നേരം ചന്ദ്രശേഖരനോട് പരമേശ്വരൻ പറയണേ, നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ വീട്ടിൽ പ്രശ്നം വെക്കാനും മറ്റുമായിട്ട് പല സ്വാമിമാരെ പൂജാരിമാരെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അവരിൽ ആരെങ്കിലും വിളിച്ചാൽ പോരായിരുന്നോ? അന്നേരം സാറ് പറയണേ, അത് മുമ്പ് നിങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നപ്പോഴല്ലേ. ഇപ്പോൾ ഈ വീടും പ്രോപ്പർട്ടിയൊക്കെ എൻ്റെ ഉടമസ്ഥതയിലാണല്ലോ. അപ്പോൾ ആരെ കൊണ്ടുവരണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? അന്നേരം പരമേശ്വരൻ പറയണേ, ആയിക്കോട്ടെ, അതിലിപ്പോൾ ഉടമസ്ഥതയുടെ കാര്യമൊക്കെ ആര് പറഞ്ഞു? എനിക്കും പത്മിനിക്കും ഇനി മുമ്പോട്ട് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ലാന്ന് മട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞിരിക്കുവാൻ ഞങ്ങൾ. പക്ഷേ ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിനോ ഒരു ദോഷം വരുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് പൂജയോ വഴിപാടോ എന്ത് വേണമെങ്കിലും നടത്താം. അങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്താണ് സാർ ഏർപ്പാടാക്കിയ പൂജാരിയും കൂട്ടരും അവിടെ എത്തുന്നത്. അങ്ങനെ അവർ അകത്തേക്ക് കയറുവാണ്. അന്നേരം ആ പൂജാരി പരമേശ്വരനെ കണ്ട് തിരിച്ചറിയുന്നുണ്ട്. പരമേശ്വരനെ എന്നെ ഓർമ്മയുണ്ടോ? അന്നേരം പരമേശ്വരനും മുമ്പ് കണ്ടുപരിചയമുള്ള കാര്യത്തെക്കുറിച്ച് പറയുവാണ്. ഈ സമയം സാറ് പറയുന്നുണ്ട്, പൂജാരി ഇവിടെ കൃത്യമായിട്ട് ഒന്ന് പ്രശ്നം വെച്ച് നോക്കണം. ഇതിപ്പോൾ പുതുതായിട്ട് എൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടിയാണ്. എന്തെങ്കിലും ദോഷങ്ങളോ മറ്റോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യണം. അതിനെന്താ ആവാലോ എന്നും പറഞ്ഞ് പൂജാരി പ്രശ്നം വെച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ആ ഒരു പൂജാരി ഉണ്ടല്ലോ, അവിടെ വീടും പരിസരവും എല്ലാം ചുറ്റി നടന്ന് കാണുന്നുണ്ട്. അന്നേരം അവിടെ ഒരു തുളസിത്തറ കാണുന്നുണ്ടാവും. ആ സമയം പൂജാരി ചോദിക്കുന്നുണ്ട്, അല്ല ആരായി തുളസിത്തറയിൽ മുമ്പ് വിളക്ക് തെളിയിച്ചുകൊണ്ടിരുന്നത്? അത് കേൾക്കുന്നതും കൽപ്പന പറയണേ, അത് രാധികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്തു തന്നെ പറഞ്ഞാലും ശരി, ആ കുട്ടിയായിരുന്നു ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം. അങ്ങനെ രാധികയെക്കുറിച്ച് പൂജാരി പറഞ്ഞ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുവാൻ കേട്ടോ സാറേയും ചന്ദ്രശേഖരനും ഒക്കെ. പത്മിനിക്കും പരമേശ്വരനും ഒക്കെ അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വരുണും രാധികയും സൂര്യയും കൂടി ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറാനായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുവാണ്. സൂര്യയെ കള്ളുകുടിയനായിട്ടുള്ള തലക്ക് സ്ഥിരതയില്ലാത്ത ഒരാളായിട്ട് അവർ ചിത്രീകരിക്കുകയാണ്. അങ്ങനെ സൂര്യയാണെങ്കിൽ ആ ഒരു ഗെറ്റപ്പിൽ രാധികയുടെ വരുണിനൊപ്പം കാറിൽ കയറി വീണ്ടും ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തുവാണ് കേട്ടോ. അന്നേരം പുതിയ സെക്യൂരിറ്റിക്കാരനായിരിക്കും. അങ്ങനെ അയാളുടെ മുമ്പിലേക്ക് സൂര്യ കള്ളു കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന പോലെ അഭിനയിക്കുവാണ്. ഈ സമയം രാധിക വരുണും സൂര്യയെ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറായിട്ടാണ് കേട്ടോ അയാളുടെ മുമ്പിൽ അഭിനയിക്കുന്നത്. അങ്ങനെ സെക്യൂരിറ്റിക്കാരനോട് സൂര്യ തർക്കിക്കുവാണ്, ദേഷ്യപ്പെടുവാണ്. അന്നേരം വരുൺ പറയണേ, ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു ഡോക്ടറിനെ ഒന്ന് കാണണം. അങ്ങനെ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ ആരെയും കടത്തിവിടില്ല. നീ ആരടാ അത് ചോദിക്കാൻ എന്ന് പറഞ്ഞ് സൂര്യയൊക്കെ വയലൻ്റ് ആകുവാണ്. അങ്ങനെ സൂര്യയുടെ പെരുമാറ്റമൊക്കെ കണ്ട് അയാളെ വരുണിനെ രാധികനെ സൂര്യനെ അകത്തേക്ക് പറഞ്ഞു വിടുവാണ് കേട്ടോ. അങ്ങനെ സൂര്യയും കൂട്ടി വരുൺ നേരെ ആ ഒരു ഡോക്ടറിൻ്റെ റൂമിലെത്തുവാണ്. ഈ സമയം ഡോക്ടറാണെങ്കിൽ സൂര്യയെ പരിശോധിച്ചുകൊണ്ടിരിക്കണേ, എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? അന്നേരം വരുണാണെങ്കിൽ ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സമയം സൂര്യയാണെങ്കിൽ അഭിനയിച്ചങ്ങ് തകർക്കുവാണ്. അതൊക്കെ കണ്ട് ചിരി അടക്കാനാവാതിരിക്കുവാണ് കേട്ടോ രാധിക. അങ്ങനെ ഈ ഒരു സീനാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. രാധികയും വരുണും കൂടിയും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറിയിരിക്കുകയാണ്. ഇത്തവണ അവർക്ക് ശ്യാമയെ കണ്ടെത്താനാകുമോ? ഹോസ്പിറ്റലിൽ നിന്നും ശ്യാമയെ അവർക്ക് രക്ഷിച്ചുകൊണ്ട് പോകാനാകുമോ? ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്